ജർമ്മനിക്ക് ഒരു ആനപ്പാര ബോട്സ്വാന പ്രസിഡന്റ് വകയാണ്. ആനകളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ അരിക്കൊമ്പനെ ഇവിടുന്ന് കടത്തി ചെന്നക്കനാലിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ ആനപ്രേമികളെല്ലാം വിഷമിച്ചു. അതിനുശേഷം പടയപ്പഴ ശല്യം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം പടയപ്പ വയലൻ്റാണ്. മൃഗങ്ങളോട് വലിയ സ്നേഹമാണ് മലയാളിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. അതുപോലെ തന്നെയാണ് ജർമ്മനിയിലും. അവിടെ ഇപ്പോൾ ഒരു ഗ്രീൻ പാർട്ടി ഉണ്ട്. പരിസ്ഥിതിക്ക് വിഘാതമായതൊന്നും ചെയ്യാൻ പാടില്ല ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ. അതാണ് ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം. ഗ്രീൻ സംഘടനയാണത്. അപ്പോഴാണ് ഈ പ്രശ്നം ഗുരുതരമാകുന്നത്. ബോട്സ്വാന പ്രസിഡന്റിന്റെ മോഗി ഗീറ്റ്സി മസീസിയുടെ പ്രസ്താവന വരുന്നത്. ബോട്സ്വാന ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ആഫ്രിക്കൻ രാജ്യമായ അവിടെയാണ് ആനവേട്ട ഇന്നുമുണ്ട്. ഇപ്പോൾ അവിടെ 1,30,000 ആനയുണ്ട്. ബോട്സ്വാന ഗവൺമെന്റിന്റെ മെയിൻ വരുമാനം ജർമ്മൻകാരാണ്. ജർമ്മൻകാർ ആനവേട്ടയ്ക്ക് വേണ്ടി ബോട്സ്വാനയിൽ വരും. വലിയ കൗതുകമാണ് ആനവേട്ടയ്ക്ക്. അവർ ജർമ്മൻ ടൂറിസ്റ്റുകൾ അത്രയും വരുന്ന ആനവേട്ടയ്ക്കാണ്. ബോട്സ്വാനയിലെ കാടുകളിൽ വിസ്തൃതമായ രാജ്യങ്ങൾ, അവിടെ മുഴുവൻ ആനയാണ്. 1,30,000 എണ്ണം ഉണ്ട്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ടൂറിസ്റ്റുകളെ ആന സവാരിക്ക് പ്രേരിപ്പിക്കും. ജർമ്മൻകാർ സാഹസികരാണ്. അവർ ആന സവാരിക്ക് വലിയ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർ തോക്കുമൊക്കെ ആയിട്ട് അവർ ബോട്സ്വാനയെ വന്ന് യഥേഷ്ടം ആനയെ വെടിവെച്ച് കൊല്ലുന്നു. അവർ കുറച്ച് ദിവസം അവിടെ താമസിക്കും. അതിനുശേഷം ആനയുടെ കൊമ്പൊക്കെ ആയിട്ട് മടങ്ങും. അതിന് ഗവൺമെന്റ് എല്ലാ ലൈസൻസുകളും കൊടുക്കും. കൊണ്ടുപോകുന്നതിനൊന്നും പ്രയാസവുമില്ല. അനധികൃതമായി ഒരു ആനയെ കൊല്ലുന്നില്ല. ഗവൺമെന്റ് അനുവാദത്തോടു കൂടി ബോട്സ്വാനയിലെ ആനവേട്ടയ്ക്ക് ലോകത്തുള്ള ആർക്കും പോയി നടത്താം. അപ്പോൾ അവിടെ ഒരു ആനവേട്ടയ്ക്ക് ചെല്ലുന്നവർ അവരുടെ മുഴുവൻ പണം അവിടെ ഫോറിൻ കറൻസികൾ ബോട്സ്വാനയിൽ വരും, ഡോളർ വരും. അത് തന്നെയല്ല, അവിടെ 1 മാസം 2 മാസം ആനപ്രേമികളും ആനവേട്ടക്കാരും താമസിക്കും. വലിയ വരുമാനമാണ്. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് വളരെയധികം പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ ജർമ്മൻ പത്രമായ ബിൽഡ് അതിൽ ഈ ആനയുടെ കാര്യം, ആനയെ ഇവിടുന്ന് ജർമ്മൻകാർ ബോട്സ്വാനയിൽ പോയി വേട്ടയാടി ആനയെ കൊല്ലുന്നത് ശരിയല്ല, അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുകയാണ് ഇപ്പോൾ ജർമ്മൻ രാഷ്ട്രീയ പാർട്ടിയായ ഗ്രീൻ. ആ ഗ്രീൻ്റെ ആ പ്രസ്താവനയും ആനവേട്ടയ്ക്കുള്ള ജർമ്മൻകാരുടെ വരവും കുറഞ്ഞതോടുകൂടി ബോട്സ്വാന പ്രസിഡന്റിന് കാര്യം മനസ്സിലായി. മോഗീറ്റ്സി മസീസി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 20,000 ആന ഫ്രീ ആയിട്ട് തരാം. കാരണം അത് സർക്കാരിന് ഒരു വരുമാനം. 20,000 ആന അവരുടെ ബിൽഡ് പത്രത്തിന് അവരോട് പറഞ്ഞു, ജർമ്മൻകാർക്ക് വേണം 20,000 അങ്ങ് തന്നേക്കാം. അയലത്തുള്ള അങ്കോളയിൽ ഏകദേശം 8,000 ആനയെ കൊടുക്കാനായിട്ട് പാടുപെട്ടിരിക്കുകയാണ് ബോട്സ്വാന. ആനയുടെ പെറ്റുപെരുകൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ 500 എണ്ണം മൊസാംബിക്കിലേക്ക്, തൊട്ടടുത്ത രാജ്യം മൊസാംബിക്ക് കൊടുക്കാനും ഒരു കരാറായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായാലും 10,000, 20,000, 30,000 ആന എങ്കിലും അവിടെ നിന്ന് കടത്താനാണ് ബോട്സ്വാന ഗവൺമെന്റ് നോക്കുന്നത്. ജർമ്മനി ഇത് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ യഥേഷ്ടം ബോട്സ്വാനയിൽ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ ജർമ്മൻ കാടുകളിൽ അവിടെ 20,000 ആനയെ തുടർന്ന് വിട്ട് അവിടെ യഥേഷ്ടം നിങ്ങൾ വേട്ടയാടിക്കൊള്ളാനാ പറയുന്നത്. അതൊരു വരുമാനമാവും. ആ ആന തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആന ഇവിടെ കൊടുക്കാം. ഇവിടെ ആന ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബോട്സ്വാന പ്രസിഡന്റ് പരിഹാസം കറന്ന ഒരു പ്രസ്താവനയാണ് അതെങ്കിലും അവരനുഭവിക്കുന്ന പ്രശ്നം, ടൂറിസ്റ്റിന്റെ പ്രവാഹം കുറഞ്ഞു. അത് ജർമ്മൻകാരാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത്. അവിടുത്തെ ഗ്രീൻ പാർട്ടികളാണ് അതിന് പാര വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ആനപ്പാരയാണ് എന്നാണ് ബോട്സ്വാന പ്രസിഡന്റ് മനസ്സിലായത്. അതുകൊണ്ട് അദ്ദേഹം അതിശക്തമായി ആ ഗ്രീൻ പാർട്ടിയുടെ നീക്കത്തിനെതിരായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യഥേഷ്ടമുണ്ട്. അത് കേരളത്തിലെ ആന വളരെ കുറവാണ്. നമുക്കിവിടെ ആവശ്യത്തിന് ആന ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നല്ലൊരു ശതമാനം ടൈംഡ് ആയിട്ടുള്ള ആനയെ നമ്മുടെ അമ്പലങ്ങളിലും ഗുരുവായൂരും അങ്ങനെ പ്രൈവറ്റായ ആൾക്കാരും യഥേഷ്ടം ആനകളെ അവരുടെ വീടുകളിൽ വളർത്തുന്നുണ്ട്.
തടിയെടുക്കാനും മരം മുറിക്കാനും മരം കയറ്റാനും ലോഡ് കൊണ്ടുപോകാനും ലോറിയെ കയറ്റുന്നതിനൊക്കെ ആനയുടെ സഹായം വളരെ ആവശ്യമാണ്. ഡൊമസ്റ്റിക്കേറ്റഡ് ആന ധാരാളമുണ്ട്. ആന പാപ്പാന്മാരും ഉണ്ട്. അവരുടെ ജീവിത രീതിയെല്ലാം ആനയെ ആശ്രയിച്ചാണ്. അതാണ് ബോട്സ്വാനയിലും ഇത്. ആനയാണ് അവരുടെ മെയിൻ വരുമാനത്തിൻ്റെ മാർഗം. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രസ്താവന ബോട്സ്വാനൻ പ്രസിഡന്റ് നടത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. അത് ജർമ്മനിക്ക് ഒരു പാരയാണ് എന്നാണ് ബിൽഡ് പത്രവും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.